ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്ന വാർത്ത എല്ലാവരെയും തേടി കഴിഞ്ഞ ദിവസം എത്തിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര ടെസ്റ്റ് പരമ്പര ആരംഭിക്കാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തീരുമാനം, അതായത് രോഹിത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം എത്തിയത്. ഇത് BCCIയെയും ആരാധകരെയും ഒരുപോലെ സഹതാരങ്ങളെയും ഞെട്ടിച്ച ഒരു വിഷയം തന്നെയാണെന്ന് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായക സ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റാൻ BCCI വളരെയധികം തന്നെ ആലോചിക്കുന്നുണ്ടെന്നുള്ള വലിയ സൂചനകളും കിംവദന്തികളും പ്രചരിക്കുന്ന സമയത്തു കൂടിയായിരുന്നു രോഹിത്തിന്റെ വിരമിക്കൽ വാർത്ത ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ അടുത്ത് എത്തിയത്. അതുകൊണ്ട് തന്നെ BCCIയുടെ ഈ നീക്കമാണോ രോഹിത് ശർമ്മയെ പെട്ടെന്ന് വിരമിക്കാൻ തീരുമാനിപ്പിച്ചത് എന്ന ചർച്ചകൾ വളരെയധികം തന്നെ സജീവമായി നമ്മുടെ ഇടയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഏകദിന ഫോർമാറ്റിൽ നിന്ന് കൂടി രോഹിത് വിരമിക്കാൻ തന്നെ ഒരുങ്ങുകയാണ് എന്ന ചോദ്യങ്ങൾ ഇപ്പോഴിതാ വരികയാണ്. ഈ വർഷം ആദ്യം നടന്ന ICC ഏകദിന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ കിരീട നേട്ടത്തിലേക്ക് എത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ രോഹിത് ശർമ്മയുടെ പോരാട്ടം തന്നെയായിരുന്നുവെന്ന് പറയാം. എങ്കിലും ഈ ടൂർണമെന്റിലെ ആദ്യ മത്സരങ്ങളിൽ രോഹിത് ഒട്ടും ഫോമിലല്ലായിരുന്നു. വ്യാപക സൈബർ അറ്റാക്കും കളിയാക്കലുകളും താരത്തെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ T20 ഫോർമാറ്റിൽ നിന്നും ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും വിരമിച്ച രോഹിത് ശർമ്മ ഇപ്പോൾ ഇന്ത്യയുടെ ഏകദിന ടീമിലെ നായക സ്ഥാനം അലങ്കരിക്കുകയാണ്.